ബാഴ്സലോണ അങ്ങനെ 29ാമത്തെ തവണ ലാലിഗയിൽ ചാമ്പ്യൻസ്. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു എൽ ക്ലാസിക്കോ ലാലിഗ ചാമ്പ്യൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ബാഴ്സലോണ 2-0 എന്നുള്ള സ്കോറിന് എൽ ക്ലാസിക്കോയിൽ വിജയിച്ചു. അവർ ചാമ്പ്യൻസായി. ഓഫ് കോഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയാണ് സമനിലയാവുക, അല്ലെങ്കിൽ ബാഴ്സലോണ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഴ്സലോണ ലാലിഗ ചാമ്പ്യൻസ് ആവും. ഈ ഒരു സീസണിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അത് സംഭവിച്ചു. ഓക്കെ, പിന്നെ ഈ ഒരു റയലിൽ എംബാപ്പെ ഇല്ലാത്തതാണല്ലോ വലിയ പ്രശ്നം. എംബാപ്പെ ഉള്ളതാണല്ലോ ടീമിൽ വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം എംബാപ്പെ ഇല്ലായിരുന്നു. ഓക്കെ, വിനി ഉണ്ടായിരുന്നു, അവിടെ ബെല്ലിംഗാം ഉണ്ടായിരുന്നു, ട്രെൻഡ് ഉണ്ടായിരുന്നു, ബ്രൈം ഡൈസ് ഉണ്ടായിരുന്നു, ഗോൺസാലോ ഗാർസിയ ഉണ്ടായിരുന്നു, പറയാനാണെങ്കിൽ എല്ലാവരും ഉണ്ട്. വാൽവർദ്ദേ വെച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. ഗോൾ കീപ്പർ ഓട്ടുവേ ഉണ്ട്. എന്നിട്ട് എന്താ ഉണ്ടാക്കിയേ? ഇൻക്ലൂഡിങ് ഞാനടക്കം പറഞ്ഞിരുന്നു എംബാപ്പയാണ് ആ ടീമിലെ പ്രശ്നം എന്നുള്ളത്. പക്ഷെ അത് നല്ല യാഥാർത്ഥ്യം. ഒരു മെൻറ്റാലിറ്റി പ്രശ്നമാണ്. ഈ ഒരു ടീം ഡ്രസ്സിങ് റൂമും ഒക്കെ ആയിട്ട് ആകെ അലമ്പായി കിടക്കുകയാണ് ആ ഒരു റയൽ മാഡ്രിഡ് ടീം എന്ന് പറയുന്നത്. എന്താ ബാഴ്സലോണയാണെന്നുണ്ടെങ്കിൽ അവന്മാർ പറഞ്ഞ പോലെ ബാഡ്ജിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഓക്കെ, അതിൻ്റേതായുള്ളൊരു ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റി നമുക്ക് ആ ഒരു ടീമിൽ കാണാം. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സീസണിൽ ലാലിഗ വിൻ ചെയ്യുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്കിൻ്റെ ഫാദർ കഴിഞ്ഞ ദിവസം രാവിലെ മരിച്ചുപോയി. ഓക്കെ, എന്നിട്ടും പുള്ളി ഈ ഒരു കളിക്ക് വന്നു. പുള്ളി അതിൻ്റെ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ചാമ്പ്യൻ വിന്നിങ് സമയത്ത്. എന്നിട്ടും പുള്ളി ഈ ഒരു കളിക്ക് വന്നു. അത് പുള്ളിയുടെ പക്കാ പ്രൊഫഷണലിസം, ആസ് എ കോച്ച് മാസീവ് റെസ്പെക്റ്റ് എന്ന് മാത്രമേ പുള്ളിയുടെ കാര്യത്തിൽ പറയാനുള്ളൂ. അങ്ങനെ എന്തായാലും ബാഴ്സ വിജയിച്ചു, റയൽ തോറ്റു. പിന്നെ അതുപോലെ തന്നെ വിനി കഴിഞ്ഞ മാച്ചിൽ വെറുതെ 15 ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ കാണിക്കും. ഒരു ലാലിഗ മാച്ചിൽ വന്നുകൊണ്ട് UCL 15 ഉണ്ടെന്നൊക്കെ പറയുന്നത് വളരെ മോശം ഉണ്ട്. അംഗീകരിക്കാം, അതൊന്നും വിഷയമില്ല. ഒരു UCL മാച്ചിലൊക്കെയാണെങ്കിൽ ഓക്കെ. ഇതൊരു ലാലിഗ മാച്ചിൽ വന്ന് 15 UCL ഉണ്ടെന്നൊക്കെ അത് വളരെ മോശം. എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ബാഴ്സലോണ വീണ്ടും ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സീസൺ പാക്കാം.